നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മുടെ മുന്നിലിരിക്കുന്നത് നമ്മുടെ ഇവിടെ തകഴിയിലെ CPM-ന്റെ LC സെക്രട്ടറിയാണ്. നമ്മുടെ ഇപ്പോൾ ഈ ജയിലിൽ ഒരു 560 രൂപ വെച്ച് തടവുകാർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു വേതനത്തെക്കുറിച്ച് ഇദ്ദേഹം ഒന്ന് സംസാരിക്കുകയാണ്. നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ CPM-ന്റെ തകഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ കഴിഞ്ഞ ടൈമിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും കൂടിയായിരുന്നു. ഇപ്പോൾ ഇവിടെ ചേട്ടൻ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. കേരള സമൂഹം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ ജയിലിൽ 63 രൂപയായിരുന്നു നിലവിൽ ജീവപര്യന്തം അടക്കമുള്ള ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ദിവസക്കൂലി. അതിപ്പോൾ 560 രൂപയായി വർദ്ധിച്ചിരിക്കുന്നു. സമൂഹത്തിൽ ബാക്കിയുള്ള ആളുകൾക്ക് പോലും ആ തരത്തിലേക്കുള്ള കൂലി കിട്ടാത്ത അവസ്ഥ ഇതെന്താണ് ഇങ്ങനെ എന്ന് സമൂഹം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥ ഇതിൻ്റെ വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പരമോന്നത കോടതി സുപ്രീം കോടതിയാണ്. അവരും മനുഷ്യനാണ്. മനുഷ്യൻ്റെ അവകാശത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് കേരളത്തിൽ 4 സെൻട്രൽ ജയിലുകളാണ് കേരളത്തിലുള്ളത്. ആ 4 സെൻട്രൽ ജയിലുകളായി ഏതാണ്ട് 10,800 പേരാണ് ജയിലിൽ ഇപ്പോൾ കിടക്കുന്നത്. 10,800 തടവുകാരാണുള്ളത്. അതിലേതാണ്ട് ഇത് അനുഭവിക്കുന്നതെന്ന് പറയുന്നത് 3,800 ആളുകളാണ് ജീവപര്യന്തം അടക്കമുള്ള ശിക്ഷ അനുഭവിക്കുന്നത്. അവർക്കാണ് ഈ ഒരു അവകാശം കിട്ടുന്നത്, ഈ 560 രൂപ വർധനമെന്ന രൂപത്തിലേക്ക് കിട്ടുന്നത്. അപ്പം അവരവിടെ ചെയ്യുന്ന അതിനകത്ത് സർക്കാർ ഖജനാവിൽ നിന്ന് യാതൊരു തരത്തിലുള്ള നഷ്ടങ്ങളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ അവൻ ചെയ്യുന്ന ജോലി, ഇപ്പം ചപ്പാത്തി യൂണിറ്റുകൾ ഉണ്ടാവും, അവിടെ 24 മണിക്കൂറാണ് അവൻ ആ ജോലി ചെയ്തിട്ട് ഇറങ്ങുന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. ഇപ്പം ചപ്പാത്തി മേക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ തയ്യൽ തൊഴിൽ വനിതാ തടവുകാരായ ഏതാണ്ട് കുറച്ചധികം 380ഓളം ആളുകൾ വനിതാ തടവുകാരായിട്ടുണ്ട്. അവരെ തയ്യൽ തൊഴിലാളികളാക്കി മാറ്റുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വേതനം, അതുപോലെ തന്നെ ഇവരിൽ കിട്ടുന്ന 560 രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെ 30% എത്ര വർഷം കിടക്കുന്നു അതിൻ്റെ 30% തുക ഇരയായപ്പെട്ട ആളുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അതുമാത്രമല്ല, ജയിലുമായി ബന്ധപ്പെട്ട് ജയിലിൻ്റെ ക്ഷേമ പ്രവർത്തനത്തിന് അതിൻ്റെ ഇത്ര വിഹിതം എടുക്കുന്നു. ജയിലിൻ്റെ ക്ഷേമ പ്രവർത്തനം എടുത്തതിന് ശേഷം കോടതിയിൽ പറഞ്ഞിരിക്കുന്ന തുകയുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിന് ജീവപര്യന്തം ശിക്ഷിക്കും, അതോടൊപ്പം ഇത്ര രൂപ പിഴയും. ആ പിഴയും കഴിഞ്ഞതിന് ശേഷമുള്ള പണം മാത്രമാണ് ഈ 12 വർഷം അല്ലെ 24 വർഷം ഇരട്ട ജീവപര്യന്തം അടക്കം കിടക്കുന്ന ആൾക്ക് കിട്ടുന്ന തുക എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കോടതി ഒരു മനുഷ്യൻ്റെ അവകാശം ജയിലിലാണേലും എന്താണെന്ന് പറഞ്ഞാലും ആ അവകാശം അവൻ തിരിച്ചറിഞ്ഞി ചെല്ലുമ്പോൾ അവനെ സമൂഹം കാണുന്നത് ജീവപര്യന്തം ശിക്ഷിച്ചവന് ആര് തൊഴിൽ കൊടുക്കും, ആര് ജോലി കൊടുക്കും? അപ്പോൾ കോടതി ആണ് അതിൻ്റെ പ്രഖ്യാപനം, സർക്കാരല്ല. കോടതി പ്രഖ്യാപിച്ചതിൻ്റെ ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംവിധാനങ്ങളെല്ലാം ആ തരത്തിലേക്ക് മാറുകയും എടുക്കുകയും അവിടെ കൃഷിപ്പണികളുണ്ട്, അവിടെ മറ്റു കാര്യങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം കിട്ടുന്ന 16 കോടി രൂപയോളം പ്രതിവർഷം ജയിലുകളിൽ നിന്നുള്ള വരുമാനം. സാറേ, അപ്പം കോടതിയാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്? തീർച്ചയായും സർക്കാരല്ല. നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറഞ്ഞ മുൻ DGP-യുടെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിരിക്കുന്ന ഒരു ഇതുണ്ട്, നമ്മൾ നോക്കിയാൽ മതി. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനുമൊക്കെ കൊടുത്ത ലൈവുണ്ട്. നമ്മളത് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യവും വ്യക്തവുമായി അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് സർക്കാരിൻ്റെ ഭാഗത്ത് നല്ലത്, ഇത് കോടതി, ഇന്ത്യയിലെ പരമോന്നത കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാര്യം മനുഷ്യൻ്റെ അവകാശം. എനിക്ക് തോന്നുന്നത് കർണാടക ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിക്ക് വേണ്ടി ഒരു അഭിഭാഷകൻ ഇതേപോലെ തന്നെ ഒരു റിട്ട് ഫയൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം അവിടെ പാസ്സായതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് ഇന്ത്യയിലാകെ സെൻട്രൽ ജയിലുകളിലെല്ലാം ബന്ധപ്പെട്ട തടവുകാർക്ക് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനെ വേറൊരു തരത്തിലേക്ക് പറയുമ്പോൾ സർക്കാരാണ് ചെയ്യുന്ന തരത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. സർക്കാരല്ല ഇതിൻ്റെ പിന്നിൽ, ശരിക്കും കോടതിയാണ്. ഓക്കെ ശരി സാറേ, ഓക്കെ, താങ്ക് യു. നമ്മുടെ മുന്നിലിരിക്കുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, നമ്മുടെ ഈ ജയിലിലെ ഒരു പുതിയ നിയമം വന്നല്ലോ, ഒരു 560 രൂപ വെച്ചല്ല, അങ്ങനല്ല, 560 രൂപ വെച്ച് ജയിലിലെ തടവുകാർക്ക് കൊടുക്കുന്ന ഒരു നിയമം വന്നല്ലോ. അപ്പൊ ഇത് പല കോണിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് സുപ്രീം കോടതി വിധിയാണെന്നാണ് പറയുന്നത്. അതിലെന്തെങ്കിലും അടിസ്ഥാനമായ സത്യമുണ്ടോ അതിനകത്ത് എന്തെങ്കിലും? ഇല്ല. യഥാർത്ഥത്തിൽ ഈ ജയിൽ പുള്ളികളെ വേതന വർധനയെക്കുറിച്ച് കോടതി ഒരു പരാമർശം മാത്രമേ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. അവരുടെ വേതനം ഇച്ചിരി വർദ്ധിപ്പിച്ച് കൊടുക്കുന്നത് മാത്രം, അത് ഇന്നലെ കൊടുക്കണമെന്നോ ഇതൊന്നും പറഞ്ഞില്ല. പക്ഷെ അവര് ഇത് ഒരു അവസരമായി കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇതൊരു വിധിയായിട്ട്, സുപ്രീം കോടതി വിധിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ജയിലിൽ കിടക്കുന്ന CPM-ന്റെ ഗുണ്ടകൾക്ക് സാധാരണക്കാരൻ്റെ നികുതി പണം
വരുന്ന ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് CPMന്റെ ലക്ഷ്യം. കാരണം സുപ്രീം കോടതി വിധിയോ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന ഗുണകരമായ നിയമങ്ങളോ ഒന്നും നടപ്പാക്കാൻ തയ്യാറാകാത്ത ഇടതുപക്ഷ സർക്കാർ ഈ ഒരു വിധി പോലുമല്ല, കോടതി ഒരു പരാമർശം മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ബാധകമാണ്. ഇവിടെ മാത്രം ഇത്തരത്തിൽ എതിരിടിച്ചുകൊണ്ട് ഇത് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം പാർട്ടി അണികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെ ഖജനാവിലെ പണമെടുത്ത് സ്വന്തം തറവാട്ട് സ്വത്ത് പോലെ വിനിയോഗിച്ചുകൊണ്ട് ഇന്ന് ജയിലിൽ കിടക്കുന്ന തടവുള്ളികളിൽ ഏതാണ്ട് 80% ഇടതുപക്ഷ ചിന്താഗതിയുള്ള പാർട്ടിക്കാരുടെ CPMന്റെയും അത് CPIയുടെയും പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന ഗുണ്ടകളാണ്. അവരെന്ത് നല്ല കാര്യമാണ് ചെയ്തത്. സാധാരണക്കാരൻ്റെ ആയ മനുഷ്യന്റെ ജീവൻ വെട്ടിയും കുത്തിയും തല്ലിയും കൊലപ്പെടുത്തിയും അതോടൊപ്പം തന്നെ ബദിരകളെയും മൂകകളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും ഒക്കെ ബലാത്സംഗം ചെയ്തിട്ട് അകത്ത് പോയി കിടക്കുന്ന ഇവനൊക്കെ നാളെ ഇതിനപ്പുറം ചെയ്യാൻ സ്വന്തം അമ്മയെപ്പോലും പിടിക്കാൻ തയ്യാറാകും. കാരണം ജയിലിൽ പോയി കിടന്നാൽ ഇതിന്റെ ഈ വേതനം കിട്ടും, സുഖഭക്ഷണം. ഞാൻ മുൻപ് 71 ജയിലിൽ കിടന്നിട്ടുള്ള ഒരു ആളാണ്. ഒരു പ്രവർത്തകനായതുകൊണ്ട്, പാർട്ടി പ്രവർത്തകനായിട്ട് അന്ന് ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. എനിക്കറിയാം അന്നത്തെ ആഹാര രീതി എന്ന് പറയുന്നത് ഉണ്ടയും അത് മുഴുകുന്ന വെള്ളവും മാത്രം വെള്ളമായിരുന്നു. ഇന്നതല്ല. ഇന്ന് ആഴ്ചയിൽ 2 പ്രാവശ്യം ആട്ടിറച്ചി, ചിക്കന്, പച്ചക്കറി, മീന് ഇതെല്ലാം കിട്ടും. അന്ന് കിട്ടുന്നത് രാവിലെ 3 ഉണ്ടയും അത് മുഴുകുന്ന വെള്ളവും, ഉച്ചയ്ക്ക് 640 ഗ്രാം ചോറ്. ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞത്, 640 ഗ്രാം ചോറ്. അതിന് പച്ചക്കറിയാണ്, സാമ്പാറോ ഒരു തോരനോ എന്തെങ്കിലും കാണും. ഇത്ര ഗ്രാം ആഹാരങ്ങൾ കൊടുക്കണമെന്ന് ജയിലിലെ നിയമമാണ്. ഇത് പരിചയമായിട്ടൊന്നും ചെയ്യാറില്ല. അപ്പൊ അതാണ് കിട്ടിയത്. ഇന്ന് ആ ജയിലറകളിൽ CPMന്റെ ഗുണ്ടകളാൽ നിറയ്ക്കപ്പെട്ടപ്പോൾ ചിക്കനും മട്ടനും ഗോതമ്പ് കഞ്ഞിയും അതോടൊപ്പം തന്നെ മറ്റ് ഭക്ഷണ സാധനങ്ങളും സുലഭമായിട്ട് കിട്ടും. ഇത് കഴിച്ചുകൊണ്ട് അവിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ ജയിലിലെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിയും വരിവരുത്തിയും കഞ്ചാവും അതുപോലുള്ള ലഹരി സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുഖവാസ കേന്ദ്രമായിട്ട് ഉപയോഗിക്കുന്ന CPMന്റെ ഗുണ്ടകൾക്ക് ഈ കൂലി കൂട്ടി കൊടുക്കുമെന്ന് പറഞ്ഞാൽ വെറും അനീതിയാണ്. കാരണം നാളെ ഈ മറ്റുള്ള രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അവസാനം പരിശോധിച്ചാൽ ഒരു കാലത്തും എഴുന്നേറ്റ് വരാത്ത രീതിയിലുള്ള മറ്റു രാജ്യങ്ങളിലെ പോട്ടെ, ഇന്ത്യയിൽ തന്നെ പശ്ചിമ ബംഗാൾ, ത്രിപുര ഇതുപോലുള്ള സംസ്ഥാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു. 35 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. എന്താണ് അവസ്ഥ? കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 200 മുകളിൽ സീറ്റുള്ള പശ്ചിമ ബംഗാളിൽ 80 മണ്ഡലങ്ങളിൽ CPMന്റെ കെട്ടിവെച്ച കാശ് പോയി. ഒരൊറ്റ സീറ്റിൽ പോലും CPMന് ജയിക്കാനത്തില്ല. ഇതറിയാവുന്ന ആൾക്കാർ ദിവസവും വഴക്കും തമ്മിൽ തല്ലും ഉണ്ടാക്കി ജയിലിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ കേരളത്തിലെ ഭരണം നഷ്ടപ്പെടുമെന്ന് അവർക്ക് തന്നെ അറിയാം. കാരണം ആദ്യത്തെ കയറിയപ്പോൾ നമ്മുടെ സാധാരണക്കാരുടെ ജനങ്ങളുടെ ബാങ്കാണ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ. പ്രദേശങ്ങളിലെ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ കൊള്ളയടിച്ചു. അത് കഴിഞ്ഞ് 2ാം പ്രാവശ്യം കയറിയപ്പോൾ ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിച്ചു. ഇനി അടുത്ത കയറാൻ ഒക്കുവരുന്ന അവർക്കറിയാം പള്ളികളായിരിക്കും. പക്ഷേ അടുത്തൊരു കയറ്റം ഉണ്ടാകുകയെന്ന് CPMനും പിണറായി വിജയനും അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് കോടതിയുടെ പരാമർശം ഇതൊരു വിധിയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് കള്ളപ്രചരണം നടത്തിക്കൊണ്ട് ഈ കൂലി വർധനവ് ഉണ്ടാക്കിയത്. കാരണം മറ്റു മേഖലയിൽ പണിയെടുക്കുന്ന ആശാവർക്കർമാരെ, പെട്രോൾ പമ്പിലെ ജീവനക്കാരെ, സെക്യൂരിറ്റി വിഭാഗങ്ങൾ ആർക്കും തന്നെ 500 രൂപ മുകളിൽ കൂലിയില്ല, 600 രൂപ മുകളിൽ കൂലിയില്ല. ആ കൂലി അങ്ങനെ കൂലി മേടിക്കുന്നതിനേക്കാളൊക്കെ എന്ത് വൃത്തികേടും ചെയ്തിട്ട് ജയിലിൽ പോയി കിടക്കുന്നതിന് ഇത്രയും പാലിച്ചൊരു തുക കൊടുക്കുന്നത് നമ്മൾ കണക്കാക്കാം. ഒരു ആശാവർക്കർക്ക് കിട്ടുന്നത് അവർ ഈയിടെ സമരം ചെയ്ത് ജയിലെടുത്താണ് 1000 രൂപ, എന്നിട്ടും അവർക്ക് 800 രൂപയേ ഉള്ളൂ. ജയിലെ മറിച്ച് വെളിയിൽ പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ ചെയ്ത് ഒരു നേട്ടമായിട്ട് കണ്ടുകൊണ്ട് ജയിലിൽ പോയി കിടക്കുന്നത് എത്ര? 18,000 രൂപയുടെ മുകളിലാണ് ശമ്പളം. ഇതൊരു പാർട്ടി വളർത്തുന്നതിന് വേണ്ടി മാത്രം സാധാരണക്കാരനെ നികുതി പണം എടുത്ത്
ഉപയോഗിക്കുകയാണ്. ഇത് യാതൊരു കാരണവശാലും കേരളത്തിലെ നീതിബോധമുള്ള ജനങ്ങൾ അംഗീകരിക്കാൻ പാടില്ല. ഇവരെ ഇറക്കി വിടേണ്ട ഒരു ആവശ്യമാണ്.